ബ്രോ ആരോടും പറയരുത്, ഞാനൊരു കള്ളനാണ്. എന്റെ അമ്മോ, അവൻ എങ്ങനെയാണ് ആർപ്പി കൊണ്ടുവന്നത്? അവനത് ഈ പമ്പ് നഷ്ടമാണ് ബ്രോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ചന്ദ്രന്റെ ഒരു ആഗ്രഹമായിരുന്നു, അവൻ പറഞ്ഞൊരു സാധനമാണ്, മനസ്സിലായി? അത്ര മതി നമുക്ക്. ചന്ദ്ര കിട്ടിയോ? ചന്ദ്ര പിന്നെ അത്രയുള്ളടാ ചന്ദ്ര. പമ്പിനോട് സെന്റിമെന്റ്സാ? ഓ, രായമാമ കൊടുത്തതാണോ? ഒരു കണക്കെടുത്തിട്ട് പറയടാ. ഈ തീട്ട പെണ്ണുങ്ങളുടെ കൂടെ പോയി ക്രിഞ്ച് പട്ടിയായി പോയി ഇവൻ കേട്ടാ. ഹലോ, വെള്ള ഷർട്ട് ഇട്ട ബ്രോ ഒന്ന് വരൂ. ഓ പറയോ ബ്രോ, എന്താ പേരെന്താ? എന്തോ കേട്ടില്ല. ബ്രോയുടെ പേരെന്താ? എന്റെ പേര് പരുന്തു വാസു. ബ്രോ ഒന്ന് ഇങ്ങോട്ട് വരൂ. ബ്രോ എന്താ ബ്രോ? മീനുകുട്ടി ഒരു 15 കോടി തരാന്ന് പറഞ്ഞു. കുട്ടികളുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്നത് കുഴപ്പമൊന്നും ഇല്ല വേണ്ട വേണ്ട. മീൻകുട്ടിയുടെ മേടിക്കണ്ട, മീൻകുട്ടിക്ക് ഇന്നലെ പൈസ കൊടുത്തതേ ഉള്ളൂ. ബ്രോ ആരോടും പറയരുത്, ഞാനൊരു കള്ളനാണ്. ഓക്കെ, ഇവിടെ തൊട്ടടുത്തുള്ള കടകൾ കുത്തി തുറക്കലൊക്കെയായിരുന്നു എന്റെ പണി. അങ്ങനെ ഈ സിറ്റിയില് ഞാൻ ബ്ലാക്ക് ലിസ്റ്റഡ് ആണ്. ഓക്കെ. ഇപ്പൊ പോലീസ് എനിക്ക് ഒരു 5 കോടി തലക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ആ പൈസ കിട്ടാൻ വേണ്ടി ഞാൻ സ്വയം സറണ്ടർ ആവാൻ പോവാ. അപ്പൊ എന്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്. അപ്പൊ ഒരു വിശ്വാസമുള്ള ഒരാളാണെന്ന് തോന്നി, വെള്ളഷട്ടൊക്കെ കണ്ടോട്ടെ. അപ്പൊ ഞാൻ തന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് വരുമ്പോ എനിക്ക് തിരിച്ചു തരാമോ? തിരിച്ചുതരാം, ഉറപ്പായിട്ടും തിരിച്ചുതരാം. 100% വിശ്വസിക്കാം. 762. എന്റെ അമ്മോ, അവൻ എങ്ങനെയാണ് ആർപ്പി കൊണ്ടുവന്നത്? അവനത് എന്റെ അളിയാ. W 762. പുള്ളി ആയതുകൊണ്ട് സിറ്റിയിലൊന്നും അധികം വരാറില്ലെന്നോ, പുള്ളി ആയതുകൊണ്ട്. മനസ്സിലായി. പേരെന്തായിരുന്നു? എല്ലാം കൂടി തന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും, മനസ്സിലായ? ഈ വെള്ളം മേടിക്കാനും ഫുഡ് മേടിക്കാനൊന്നും കാശുണ്ടാവത്തില്ല. പേരെന്തായിരുന്നു? എന്റെ പേര് ബില്ലി. എത്രയാണ് തന്നെ? 25 കോടി. ബില്ലി അല്ലേ? അയ്യോ, മൊത്തം തന്നില്ല. ഒരു സെക്കൻഡ്. ബില്ലി എന്നാണ് പേര്? ബില്ലി. എന്റെ പേര് ബില്ലി. ബില്ലി ഫുൾ നെയിം പറയോ? ബില്ലി ഹക്സ്ലി. ബില്ലി ഹക്സ്ലി. എനിക്ക് അങ്ങോട്ട് സ്പെല്ലിംഗ് നോക്കണ്ട, ഞാൻ പമ്പ് കിട്ടിയോ? പോടാ. What the fuck? പമ്പ് കിട്ടിയ? 4 കോടിയുള്ളൂ. ഈ പമ്പ് നഷ്ടമാണ് ബ്രോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ചന്ദ്രന്റെ ഒരു ആഗ്രഹമായിരുന്നു, അവൻ പറഞ്ഞൊരു സാധനമാണ്, മനസ്സിലായി? അത്ര മതി നമുക്ക്. ചന്ദ്രന്റെ ഒരു ആഗ്രഹം, അതിനു വേണ്ടി മേടിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ, മനസ്സിലായ? പിന്നെ ഞാൻ ഒരു കാര്യം ഇവിടെ പറയാം, ഇവിടെ ഗ്രൈൻഡ് ചെയ്യാതിരിക്കണ നമ്മളാണ് ഏറ്റവും കുറേ ഗ്രൈൻഡ്. ഈ ഒരു സാധനത്തില് ഈ കൊടുക്കാനുള്ള പൈസ മൊത്തം എനിക്ക് ഗ്രൈൻഡ് ചെയ്യിപ്പിക്കണം ആസ് എ ഗ്യാങ്, മനസ്സിലായ? എനിക്കിത് ഒരു ആർപ്പിയാ. ഇത് നഷ്ടം. നാളെ ഇതിനകത്ത് നിന്ന് പൈസ കിട്ടി ജീവിക്കേണ്ട ഗതികേട് ജീവിക്കാൻ എന്തായാലും ഇല്ല. ചർച്ചയിലായിരുന്നു, മനസ്സിലായ? അല്ല ഞാൻ പറഞ്ഞു ഒരു 4 കോടി ഉള്ളത് മതിയാവും. ഇല്ല ഞാനിത് കീപ്പ് ചെയ്തോളാം. ഇത് തിരിച്ചിറങ്ങുമ്പോ തരാം. എന്തായാലും സറണ്ടർ ആയിക്കോ. ബാക്കി ഞാൻ ഇതാക്കിക്കോളാം. അയ്യോ, ഇത് ആള് മാറിപ്പോയാണോ? പറഞ്ഞു. ID 762. ബ്രോ താങ്ക് യു സോ മച്ച്. എന്തായിരുന്നു പേരെന്തായിരുന്നു? 4 കോടി തന്ന പോലെ. എന്റെ പേര് അപ്പുക്കുട്ടൻ ജോണി. വെറുതെ 4 കോടി കിടക്കിയതാ ജോണി 4 കോടി മുമ്പ് കേട്ടിട്ടുണ്ട് മച്ചാനെ. ഞങ്ങൾ ഒരു ചെറിയൊരു കാര്യത്തില് തിരക്കായിട്ട് നിൽക്കുകയാണ്. ഓപ്ഷനിൽ അതുകൊണ്ട് ഓപ്ഷനിലെ തിരക്കിൽ നിൽക്കാം. അതെ.
ബ്രോ താങ്ക് യു സോ മച്ച് ചേട്ടാ, ഞാൻ ഈ പൈസ തിരിച്ചു തന്നേക്കാം. കിട്ടി സാറെ കിട്ടി. ഓക്കെ. എടാ പമ്പ് കിട്ടിയോ നമുക്ക്? ചക്രവർത്തി ആരാ എന്റെ ബാങ്കിൽ പൈസ അയച്ച്? ബ്രോ പറഞ്ഞു യൂണിറ്റ് 10, 100,000, 10,000 ലാക്ക്. പറഞ്ഞു ബ്രോ ക്യാഷ് ആക്ച്വലി റെഡി ആയിരുന്നു നമ്മുടെ. ഇല്ല കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച് മീൻസിലോട്ട്, താങ്ക് യു സോ മച്ച്. ഓക്കെ താങ്ക് യു. എടാ എത്ര കോടിക്ക് കിട്ടിയെന്ന് വല്ലതും അറിയാവോ? 1300 എന്നാ പറഞ്ഞ എന്റെ അടുത്ത്. 1300? ഓപ്ഷൻ എവിടെ നടക്കുന്നേ? മിസ്റ്റർ എക്സിന്റെ അവിടെ 9393. ചന്ദ്ര ഒന്ന് കേറോ? ചന്ദ്ര അപ്പൊ കൂടെ കേറ്. കോച്ച് എവിടെ? കോച്ച് എവിടെ? കോച്ച് വണ്ടി കയറ്. ഹലോ ഹലോ ഒന്ന് പുറത്തിറങ്ങോ? പറഞ്ഞോ. ഒരു മിനിറ്റ്. അവൻ വിളിച്ചെടുത്തു. 300 വിളിച്ചെന്ന് പറഞ്ഞു. 300 പറഞ്ഞോ മച്ചാനെ. ഒരു സാധനം എങ്ങനെ തരാൻ പറ്റുക? അതെങ്ങനെ തരാന്നറിയോ? ക്യാഷ് തരാനാണോ? മച്ചാനെ ക്യാഷ് റെഡിയായി. താങ്ക് യു സോ മച്ച്. വന്നതിൽ ഒരുപാട് സന്തോഷം. ചന്ദ്ര കിട്ടിയോ? പിന്നെ അല്ലടാ, നീ ഒരു സാധനം വേണമെന്ന് പറഞ്ഞ പൈസ റെഡിയാക്കാതിരിക്കുവാടാ. എന്റെ കയ്യില് ഇനി മൊത്തം 600 കോടി രൂപയുണ്ട്. നിന്റെ എത്ര ഉണ്ട്? എന്റെ ഇപ്പൊ എല്ലാം കൂടി 800 600 കോടി കഴിഞ്ഞില്ലേ? 1500 കോടി രൂപ പോരെ? അണ്ണാ എന്റെ 900 കോടി ഉണ്ട്. ഞാനിപ്പോ 100 കോടി അഡ്വാൻസ് കൊടുത്തു. ബാക്കി പൈസ ആയിട്ട് ഞാൻ വരുന്നത്. നീ എവിടെ നിൽക്കുന്നത്? ഞാൻ അങ്ങോട്ട് വരുവാ. അണ്ണാ ഞാൻ അങ്ങോട്ട് ഓക്കെ വാ. ഞാൻ നമ്മുടെ പമ്പിലുണ്ടാവും. വാ കേറ്. പിന്നെ ആഘോഷത്തിന്റെ രാവല്ലേ? സത്യം. എടാ പൈസ തന്ന എല്ലാവർക്കും താങ്ക് യുടാ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ടാ. കോച്ച് ഈ പൈസ എല്ലാം നമുക്ക് തിരിച്ചു കൊടുക്കണേ കോച്ച്. 1 രൂപ പോലും ഇല്ലാതെ. അല്ലെങ്കിൽ നമുക്ക് ഇതിനൊരു വാല്യൂ ഇല്ലാതായി പോകും. നമ്മളെ ഒരു നമ്മളെ ഒരു വിശ്വാസം ഉണ്ടാകും കോച്ച്. ഇവർക്കൊക്കെ തന്ന എല്ലാവർക്കും മനസ്സിലായി. അത് നമ്മൾ കീപ്പ്, അത് യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല കോച്ച്. അത് യൂസ് ചെയ്യാൻ പാടില്ല. 1 രൂപ പോലും മുടങ്ങാൻ തിരിച്ചു കൊടുക്കണം കോച്ച്. ഇവന് നീ പമ്പ് ചെയ്ത് പെട്രോൾ കൊടുക്കല്ലേ? പേര് വെച്ചേക്ക്. നാട്ടുകാർ മൊത്തം വിടണ്ടല്ലോ. എല്ലാം ഗ്യാഗ വന്ന് വെക്കാൻ അതുക്കുള്ള. ഹലോ എല്ലാരും ഉണ്ടല്ലോ. എടാ ഒന്ന് ഇറങ്ങിയടാ കെവിൻ ഒന്ന് ഇറങ്ങിയടാ. കോച്ചൊന്ന് വന്നേ കയറി. എടാ നിങ്ങൾ ഇവിടെ നിൽക്കി. ഇപ്പൊ വരാ. കോച്ച് കയറി. നമുക്കേ പോയിട്ടേ മസാങ് എടുത്തിട്ട് വരാം. ഞാൻ ഇപ്പൊ എത്തും. അയ്യോ നമുക്ക് പൈസ തന്ന ഏതൊരു കുട്ടി റോഡിൽ ശവമായിട്ട് കിടക്കണു. ഡെയ്സിയാ അതിന്റെ പേര്? 50 കോടിയുടെ നന്ദി കാണിക്കണ്ടേ കോച്ച് നമുക്ക്? ഡ്രസ് മാറണം. ഇപ്പൊ ഡ്രസ് മാറാനുള്ള ഇതിലല്ലടാ. ഇപ്പൊ ഡ്രസ് മാറുന്നത് കുറെ സമയം പോകും. ആ ഒരു സന്തോഷം അങ്ങ് പോകും. ഓ 3 ലക്ഷം രൂപ അങ്ങനെ പോയി കേട്ടാ. കേറിയ കോച്ച്
അറിയാതെ സേവ് ആയി പോയി കോച്ച്. ഒരു മിനിറ്റ് ഒന്നുകൂടെ ആ മാസം പോയി. ഒരു സെക്കൻഡ്. ഒരേ നിമിഷം പറ ഗോഡ്. അയ്യോ അയ്യോ ചന്ദ്ര വാസ്തു வாசு പറ കോച്ച്. அங்க காடு நம்மள ஹலோன்னு கூப்பிட்டாங்க. நீ போயிட்டே இருக்க. ഗോഡാ ദൈവം ഇവിടെ ഉണ്ടോ? ഹലോ தெய்வம் நம்மளுக்கு കിട്ടിയല്ല. ആക്ച്വലി ഞാൻ വേറെ ഒരു ഇതൊക്കെ ചോദിച്ചു. കോച്ച് ഓൾ ഗുഡ് ആണ്. ഇനി പൈസ വേണ്ട നമുക്ക്. ചന്ദ്ര ഓക്കെ. സാബ് ഗുരു ഷെയർഡ് എ ന്യൂ അഡ്വർടൈസ്മെന്റ്. പെട്രോൾ ഇല്ലടാ പാത്ത്. സാബ് ഗുരു ഡബിൾ ഓൺ പമ്പ് ഓപ്ഷൻ. കോച്ച് നമ്മുടെ പമ്പിലോട്ടല്ലേ കോച്ച് പോണേ? முதல்ல நீ தான் ஃபர்ஸ்ட் பெட்ரோல் போடணும். அதுவும் இந்த கார் பெட்ரோல் அங்க பெட்ரோல் வேற கேக்குது கார். ഇവിടെ വാங்க ഇങ്ങ വാங்க ബ്രോ ഇവിടെ വാ. ഇതെന്താ? This gas station doesn't have stock premium. Oh. ഇപ്പൊ തന്നെ ഉദ്ഘാടനം കഴിക്കുന്ന ഇവിടെ റെഗുലർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ പെട്രോൾ ഇല്ല. ഈ മസ്താൻ ഇറക്കിയ Hey, oh my god. ഞങ്ങളെല്ലാരും വണ്ടി വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല guys. Beauty. പെട്രോൾ ഇല്ല. ആരുടെ കയ്യിൽ പെട്രോൾ ഉണ്ടോ? ഗ്യാസ് ഇത് സ്റ്റോക്ക് ഔട്ട്. ഇപ്പൊ ഇന്നല്ലായിരുന്നു ഓപ്ഷൻ. അപ്പൊ ഫുൾ സ്റ്റോക്ക് വറ്റിച്ച്. അല്ല ഇത് വറ്റിച്ച് ഇനി 767. അതെ എന്തോ ഓ ഒരു മിനിറ്റ് ദാ വരുന്നേ. Thank you. It means a lot. Thank you so much. ഓ നാറി പൊഴുത്തേനെ കേട്ടോ ഇന്ന്. ചന്ദ്ര പിന്നെ നീ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് സാധിച്ചു തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് വിഷമമില്ലടാ. പറഞ്ഞു പോയി. നമ്മള് പണ്ട് ലാഭം നോക്കി എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ ഈ സിറ്റിയില്? ഇല്ലണ്ണ അങ്ങനെ മേടിച്ചൊരു ശീലം ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാ. ഇതെന്ത് എല്ലാം കടത്തിന്റെ പുറത്തുള്ള കളിയാണ്. അതൊക്കെ അത്രേ ഉള്ളൂ അണ്ണാ. അത്രേ ഉള്ളടാ ചന്ദ്ര. പിന്നല്ല ചന്ദ്ര, ഈ പൈസ നമുക്ക് ആരൊക്കെ തന്നുള്ള കാര്യത്തിൽ ഞാൻ മേടിച്ചതിനകത്ത് കൃത്യമായിട്ട് കണക്ക് എന്റെ ഉണ്ട്. അണ്ണാ ഏത് കാശ് മേടിച്ചാലും ഒരു കാശ് തിരിച്ചു കൊടുക്കണ്ട. എന്റെ പിള്ളേരെ കാശ്. അണ്ണാ എനിക്കിന്ന് ഇത് വാങ്ങിക്കാൻ പറ്റില്ലായിരുന്നു കൊണ്ടാണ്. എനിക്കിത് എന്റെ ജീവിതം മൊത്തം റിഗ്രറ്റ് അടിച്ച് ഞാൻ ഇന്നോട്ട് പണി തുടങ്ങിയാണ് ഇവിടെ സിറ്റിയില്. പക്ഷെ അങ്ങനത്തെ റിഗ്രറ്റ് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീ അങ്ങനെ റിഗ്രറ്റ് അടിക്കുവോ? എടാ 556 കോടിയുണ്ട് എന്റെ. നിന്റെ എത്ര ഉണ്ട്? എന്റെ ഇപ്പം 800 കോടി 15,28,300. നമ്മൾ എത്ര വിളിച്ചത്? നമ്മൾ 1300 കോടിക്ക്. അതിൽ 100 കോടി അവർക്ക് അതിലിപ്പോ 100 കോടി അവർക്ക് കൊടുത്തു. 130 കോടി കൊടുത്തു. 130 കോടി കൊടുത്ത്. ബാക്കി ഇനി എത്ര ഉണ്ട്? 1170 കോടി കൊടുക്കണം. എന്റെ 800 കോടി ഉണ്ട്. 800 കോടി ഇപ്പൊ എത്ര കൊടുത്തു? എത്ര? 130 കോടി. 130 കോടി. ഒരു സെക്കൻഡ് എടാ. 1270 തോന്നണേ. 1300 കോടിയിൽ നീ എത്ര കൊടുത്ത്? 100
130 കോടി 130 കോടി കൊടുത്ത് ഇനി 1170 കൂടെ. ഒരു മിനിറ്റ് ആണ് അല്ലെ പൂങ്ങ് തന്നോ കൊറേ നേരം വെച്ചോണ്ടിരിക്കുന്നു. താങ്ക്സ്. ഇത് കൂടി വെച്ചോ. അതിന്റെ അച്ഛനോട് എഞ്ചിൻ അവനെന്താ തെറിപ്പിച്ചായിരുന്നു. എഞ്ചിൻ ഓഫ് എടാ എല്ലാത്തിനും കൂടെ ഒന്നുമില്ല. അണ്ണാ ബാക്കിയുള്ളവര് പമ്പ് പോലെ ആയിരിക്കൂലേ, ഇവിടെ നമ്മള് സ്പിരിറ്റ് ഒഴുകും. അമ്പത്തൂര് ഗുരു ഹലോ സുഖല്ലേ? സുഖം. ഞാൻ ബിസിനസ് ഒക്കെ എന്ന് തുടങ്ങുമെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ ഒന്ന് വിളിച്ചതാ, വിശേഷമൊക്കെ അറിയാൻ വേണ്ടിട്ടേ. ഞാനൊരു ഓപ്ഷന് പങ്കെടുത്താ കൊള്ളാന്നുണ്ട്. ഞാന് എന്ത് ഓപ്ഷൻ? പമ്പിന്റെ ഒരു ഓപ്ഷൻ എന്തോ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ പമ്പ് ഞങ്ങള് മേടിച്ചു സാബുഗുരു. മേടിച്ചോ? അതെ. പക്ഷെ മിസ്റ്റർ എക്സ് ഒരു പമ്പും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. വേറെ പമ്പ് ഉണ്ടാവും നമ്മൾ ഈ എസ്ഒളവിലെ പമ്പ് നമ്മള് മേടിച്ചു. എത്ര കോടിക്ക് മേടിച്ചു? അത് എനിക്ക് തോന്നുന്നു 1000. ഒരു മിനിറ്റ്, ബാങ്ക് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. മൊത്തം ബാങ്കിൽ 3000 CR ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പം 1700 CR. അപ്പൊ 1300 കോടിക്കാന്ന് തോന്നുന്നത് മേടിച്ചത്. അതെ. അപ്പൊ വേറെ പമ്പ് ഉണ്ടാവും, അത്രയും പോകത്തില്ല, എന്നാലും ഈസി ആയിട്ട് കിട്ടും. വേറെ ഇന്ന് തന്നെ ഉണ്ടോ ഓപ്ഷൻ? ഇന്നില്ലെന്ന് തോന്നുന്നു. ഉണ്ട്, ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞു. ആണല്ലേ? ഓക്കെ. അപ്പൊ എന്തെങ്കിലും പൈസ ക്യാഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഇല്ല, 3000 കോടി അക്കൗണ്ടിൽ ഇട്ട്. അത് ധാരാളമായിരിക്കും. പിന്നെ ഞാനാണെങ്കിൽ ഇന്നലെ ഈ പറഞ്ഞതുപോലെ 3000 കോടി വരെയൊക്കെ വിളി വരുമെന്ന് വിചാരിച്ച് 3000 കോടിയൊക്കെ എടുത്ത് പോയി. ഇത് 1300 കാര്യം കഴിഞ്ഞെന്ന്. അതെ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. വിളിച്ചാ മതി. ഓക്കെ. ശരി. 3000 കോടി. എടാ എന്തിയേ ചന്ദ്രനൊക്കെ എന്തിയേ? ചന്ദ്ര ഒരുത്തനാണ് അവന്റെ അഹങ്കാരം, അവന്റെ ഡീലർഷിപ്പ് നമുക്ക് അങ്ങ് വാങ്ങിയാലേ. ആർക്കാ? അവനെ ഒന്ന് കൂട്ടി വിളിച്ചാണ് മായിന്റെ മോൻ. ചന്ദ്രന്റെ കാര്യം പറയട്ടെ, ഇപ്പൊ തന്നെ ഈ മേടിച്ച കടമെല്ലാം വീട്ടാൻ ഒരു മാസം സമയം എടുക്കും. ഇനി ഡീലർഷിപ്പ് ഒക്കെ ആണല്ലേ? അണ്ണ കോള്. എനിക്ക് ആ ഡീലർഷിപ്പ് വേണം. ഗൈഡ് കളിക്കോ, ക്ലബിനെ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. ഹലോ ആരാ? മറന്നോ? ഇതാരാ? ലൂസിയാണോ? ലൂസി ഒന്നുമല്ല. ഇതാരാ പിന്നെ? എന്നെ കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞു പോയതല്ലേ. അയ്യോ, കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല. ഞാനൊരു ഓപ്ഷന്റെ കാര്യത്തിന് നിൽക്കുവാണ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ കുട്ടിയെ? ഓക്കെ കുട്ടി, ഞാൻ വിളിക്കാം. Manav bro, thank you so much for the 25 membership. What the fuck? Manav bro, thank you so much for the 25 membership, Manav bro. ഇതെന്താ? അണ്ടിഫാക്ടറി മിസ്റ്റർ എക്സിനില് അവരെല്ലാം വന്നിട്ട് ഒരു ഇതായിട്ട് ചെയ്യാനാണ് ബ്രോ. അവരെത്തിയിട്ടില്ല. എല്ലാരും സിറ്റി ബാക്ക് ടു നോർമൽ ആയിട്ടില്ല കൈസ്. ഇതുവരെ അപ്പാപ്പം പോലും ലൈവ് ഇടാതെ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ടാവും. കുതിര മോശിച്ച കുതിര ഇവിടെ ഒന്ന് നിന്ന് കേട്ടാ മോണായിട്ട് അത്രയും നല്ല വണ്ടിയുടെ കീഴെ ഈ കുതിര വന്ന് നിന്നേ. ചന്ദ്ര എത്തിയോ? ഹലോ എടാ, ഞാൻ കത്തിപ്പോയായിരുന്നു. തിരിച്ചു പമ്പ് പൊട്ടിത്തെറിച്ച് അറിഞ്ഞില്ല. ചോര കണ്ട് ഐശ്വര്യം മാത്രമേ നടക്കത്തുള്ളൂ. ചോര ഡെഡായി കിടക്കുന്നുണ്ട്. ചന്ദ്ര, ഞാൻ ഫണ്ട് അങ്ങ് ട്രാൻസ്ഫർ ചെയ്യാൻ വന്നേ. ഓക്കെ അണ്ണാ, ഞാൻ കാര്യം കേട്ടെ ഇങ്ങോട്ടാ.
ഈ പമ്പിന്റെ ഇതില് സ്റ്റാഫായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള പിള്ളേര് ഫ്രീ ആയിരിക്കും അതോ ബ്ലാക്ക് മാഫിയിൽ ആരെങ്കിലും ആഡ് ചെയ്യണോ? ബ്ലാക്ക് മാഫിയിലെ പിള്ളേരെ ഒരാളോട് ആഡ് ചെയ്തു. നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ? നാളെ ഒരു മീറ്റിംഗ്, നാളെ എന്തായാലും നമുക്ക് മറ്റേ ഇത് ചെയ്യണമല്ലോടാ. ഇത് രണ്ടും സെറ്റ് ചെയ്യണ്ടേ? ഈ ഗ്രൈൻഡിങ് ടാർഗറ്റ് കൊടുക്കണം, അതും കൊടുക്കണം. അപ്പൊ ബ്ലാക്ക് മാഫിയിലെ ലെവിനെ മാത്രം ഞാൻ ആഡ് ചെയ്യാം. അവരോട് ചോദിച്ചു ടിവിയിൽ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ അവന്മാരെ ഏൽപ്പിക്കും കംപ്ലീറ്റ് ആയിട്ട്. അല്ല ടിവിയിലെ പയ്യന്മാരുണ്ട് ഇപ്പൊ ചെയ്യാൻ. കാരണം അവന്മാര് കൊടുക്കണം, അവന്മാര് ജോലി ചെയ്ത് അല്ലെങ്കിൽ മടിയന്മാരെ ഇപ്പൊ ഞാനേ അപ്പാപ്പനോട് പറഞ്ഞിട്ടേ ഇവിടെ TV ഫ്യൂവൽസ് എന്നൊരു ബോർഡ് അങ്ങ് വെക്കാം 2 എൻട്രൻസിൽ. അണ്ണാ ഇവിടെ ആരോ ഒരു പേര് പറഞ്ഞ തക്കുടു ഒരു സാധനം പറഞ്ഞ അത് കിഡിലായിരിക്കും കേട്ടാ. അണ്ണാ ഇനി തൊട്ട് പമ്പല്ല പമ്പ് അത്രേ ഉള്ളൂ. ന്യൂ ട്രേഡ് മാർക്ക് അൺലോക്ക്. അത്രേ ഉള്ളൂ. ഞാൻ വേറെ കാര്യം കേക്ക്, നമുക്ക് 2 സൈഡിലും എൻട്രൻസിലും ഇത് വെക്കാം. പമ്പിന് വൈ മാപ്പ് കിട്ടുമോ? ഇല്ല തോന്നില്ല. ഇല്ല പാടാന്ന് പറഞ്ഞാ എന്താ? അല്ല ഇത് തന്നെ ചെയ്യാനേ പറ്റും, ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഉറപ്പാണോ? ഇതിൽ തന്നെ അല്ല അങ്ങനെ വന്നിട്ടില്ല ഇതിനായിട്ട്. നമുക്ക് നോക്കാം, ചോദിക്കാം. ഈ പമ്പിലൊക്കെടാ നോ സ്മോക്കിംഗ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു വാശിയായിരുന്നു. അവിടെ കത്തിക്കണമെന്ന്. ഇനി ആരാ ചോദിക്കുന്നേ? ഇനി ആരാ ചോദിക്കുന്നേ? അത് അപ്പൊ നിന്റെ ഐഡി പറഞ്ഞാ. നിന്റെ ഇനി എത്ര ഉണ്ട്? എന്റെ ഇനി 800 കോടി. 800 കോടി. ഇപ്പൊ നമ്മള് 130 കോടി കൊടുത്ത് 130 കോടി കൊടുത്ത് ഇനി 1170 കോടി കൊടുക്കണം. എന്റെ 800 ഉണ്ട്. അണ്ണന്റെ 1170 കോടിയാണ് മൊത്തം കൊടുക്കാനുള്ളത്. അതിൽ 800 കോടി നിന്റെ ഉണ്ട്. ഇനി 800 കോടി നിന്റെ ഉണ്ടെങ്കിൽ അപ്പൊ ബാക്കി 370 കോടിയാ നിനക്ക് തരണം. യെസ്. ഓക്കെ വെച്ചേ. യൂണിറ്റ് 10 100,000 യൂണിറ്റ് 10 100,000 10,000 ലാക്ക് 10 ലാക്ക് ക്രോർ 10 ക്രോർ 100 ക്രോർ 370 അണ്ണാ 370. ഓക്കെ സെറ്റ് ആണ്. സെറ്റ് കയ്യിലുണ്ട്. സെറ്റ് അല്ലേ? അണ്ണാ അപ്പൊ നമുക്ക് ഇവിടെ എല്ലാം ഇവിടെ എന്തേലൊക്കെ നമുക്ക് നോക്കട്ടെ, സെറ്റ് ആക്കാൻ പറ്റാ നോക്കട്ടെ. പരിപാടിയൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. നീ റിട്ടേൺ ബാക്ക് നമുക്ക് വേണ്ട. റിട്ടേൺ ബാക്ക് നമുക്ക് വേണ്ട. റിട്ടേൺ ബാക്ക് ഒക്കെ വരും ചന്ദ്ര. അതൊക്കെ വരും. നമുക്ക് അതൊക്കെ സെറ്റ് ആക്കാം. ഓക്കെ സെറ്റ്. നമുക്ക് സംസാരിച്ചിട്ട് പെട്രോൾ ഒരു മൈറിനെ ഇടിക്കണമല്ല. ഈ ഇടയ്ക്ക് ബ്ലേഡ് സുനി എന്ന് പറഞ്ഞ ഒരുത്തൻ വിളിച്ച് അണ്ണാ ഞാൻ അവന്റെ കൂടെ പോയി കിടക്കാന്ന് വരെ പറഞ്ഞണ്ണാ. എന്നിട്ട് തന്നില്ല കാശ്. പുണ്ടച്ചു മോൻ. ഹലോ വിളിച്ചോട്ടെ വിളിക്കല്ലോ ഇപ്പൊ അവനെ. 1 2 3 4 5 6 7 8 2 ഇതാര്? അണ്ണാ തക്കുടു ഫ്യൂൽസ് എങ്ങനെയുണ്ട്? തക്കുടു ഫ്യൂൽസ് TV പോരടാ. TV ഫ്യൂൽസ് മതി. പറഞ്ഞ കുറച്ച് എളുപ്പമാണ്. TV ഫ്യൂൽസ് അത് മതി. ഫണ്ട് റെഡിയായി. വിളിക്കട്ടെ അറവാണിനെ ഞാൻ. എവിടെ നമ്പര്? ഓൾ ഗുഡ്. ഇതിനകത്ത് നമ്മൾ ഇനി കൊടുക്കാനുള്ളതിൽ ഞാൻ പറയാം. സ്പാരോയ്ക്ക് 12, മിന്നൽ യോധ, ബില്ലി കാച്ചി ഇവരുടെ എല്ലാം പൈസ ആണെങ്കിൽ തിരിച്ചു കൊടുക്കാൻ പോണേ. അതെന്തായാലും തിരിച്ചു കൊടുക്കാം. നാളത്തെ ഗ്രൈൻഡിങ് ടാർഗറ്റ് കൊടുത്തിട്ട് തിരിച്ചു കൊടുക്കാം. ആൻഡ് സൂര്യബോസിന് 110 കോടി കൊടുക്കണം. സൂര്യബോസേ മോനെ, നിനക്ക് എന്നത്തേക്ക് വേണം പൈസ? പായസ സ്നേഹം പാസം എന്ന് പറഞ്ഞ സ്നേഹം ഓ സുഖം. ഇതാരാ? അയ്യോ അലീന, ശബ്ദമൊക്കെ മാറിപ്പോയല്ലോ. മുടിയൊക്കെ മാറിപ്പോയി. അയ്യോ ലുക്കേ മാറിപ്പോയി. അത് ഞാൻ കാണാതിരുന്ന് കാണുന്നുണ്ടാവുന്നു. കുറച്ചൊരു ഗ്ലാമർ ആയിട്ടാ. ഡയറ്റിലല്ലാണോ? ഡയറ്റിലല്ലാണോ? ഓ അതാണ് കുറച്ചൊരു സുന്ദരിയായപ്പോ തിരിച്ചറിയാൻ പറ്റാതായി പോയി. സൂര്യ പാസമൊന്നും അല്ല, ഞാൻ പൈസ തരും കേട്ടാ.
അത് അങ്ങനെ പറയരുത്. പൈസയുടെ ആവശ്യമില്ല, അവന്റെ അച്ഛന് വേണ്ടിട്ടല്ലേ, പിന്നെ അതിന് കാശിന്റെ ആവശ്യം. അത് ശരിയാ, പിന്നെ തന്തക്കല്ലേ. കുഞ്ഞു പിള്ളേരുടെ ഇത്ര വലിയ എമൗണ്ട് ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പഴിച്ചുപോലെ പിള്ളേര്. സത്യം. ഓക്കെ, ഒരു മിനിറ്റ്. 1.5 മണിക്കൂർ മുമ്പ് നാട് നോയളെ പിച്ച നെട്ടി നടന്ന സമയത്ത് സാം ഗുരുവിന്റെ അടുത്ത് ഞാൻ ചോദിച്ചത് എവിടെയാ. സത്യമല്ല, അവര് എവിടെടാ പോയി ഇവിടെ 1.5 മണിക്കൂർ ഇപ്പൊ മുതുക്കിലോട്ടത് പുള്ളി. ഞാൻ ഒരു സ്റ്റിക്കർ വെച്ചോട്ടെ, ഒരു മിനിറ്റ്. ഇത് അയക്കണം എനിക്ക്, ഇതെങ്കിലും എനിക്ക് അയച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരില്ല. കോച്ച് ഞാനൊരു കാര്യം പറയട്ടെ. കോച്ച് മേടിച്ച എമൗണ്ട് ആരുടെ കയ്യിൽ നിന്നായിരുന്നു? ഡേസി ഒന്ന് വിളിക്കോ. ഡേസി എത്ര തന്നാ നമുക്ക്? 50. ഡേസിൽ 50 കോടി നമുക്ക് ഇപ്പൊ തന്നെ റിട്ടേൺ കൊടുക്കാം കോച്ച്. അണ്ണാ നമുക്ക് ഗ്രൈൻഡിങ് ടാർഗറ്റ് കൊടുക്കാം. ഗ്രൈൻഡിങ് ടാർഗറ്റ് കൊടുത്തിട്ട് ഇത്രയും പേരെ വെച്ച് അല്ല ഇന്ന് വേണ്ട. ഞാൻ പറഞ്ഞത് നാളെ നമ്മൾ പറയുമ്പോ ആ കാശ് അതിൽ നിന്ന്, അതായത് ഗ്രൈൻഡിങ് ടാർഗറ്റ് കൊടുത്തിട്ട് ഇപ്പൊ കാശ് തന്നില്ലേ കുറെ പേര്, അത് മൈനസ് ആക്കിയിട്ട് ബാക്കി അവരുടെ വാങ്ങിക്കാം. ഇപ്രാവശ്യം അങ്ങനെ ചെയ്യാം. ബാക്കിയുള്ളവരെല്ലാരും തരട്ടെ. എങ്ങനെ മനസ്സിലായില്ല, നീ എന്താ പറഞ്ഞേ? അതായത് ഇപ്പൊ കുറെ കാശ് തന്നില്ലേ നമ്മുടെ ഈ പമ്പ് മേടിക്കാൻ വേണ്ടിട്ട്. അണ്ണാ ഈ പമ്പ് മേടിക്കാൻ കാശ്, പമ്പ് മേടിക്കാൻ കാശ് തന്നില്ലേ കുറച്ച് പേര്? തന്നു. അണ്ണാ ഞാൻ പറ ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുവോ, നിന്നെ തന്നെ ശ്രദ്ധിക്കുന്നേ. നീ കാര്യം പറഞ്ഞു ചന്ദ്ര. അണ്ണാ അത് അതായത് കാശ് തരുന്നില്ലേ നമുക്ക്, ഗ്രൈൻഡിങ് ഫണ്ട് തരത്തില്ലേ പിള്ളേര് ഗ്രൈൻഡിങ് എമൗണ്ട് കൊടുക്കുമ്പോ. അന്നേരം ഇപ്പൊ കാശ് തന്നില്ലേ ഇത് പമ്പ് മേടിക്കാൻ വേണ്ടിട്ട്. ആ ഫണ്ട് എന്ത് ചെയ്യണം, അതായത് അവർക്ക് ആ ഫണ്ട് മൈനസ് ആക്കിയിട്ട് ബാക്കി വാങ്ങിയാ മതിയല്ലോ. ടിവിയിൽ ആരൊക്കെ തന്നെന്ന് നിനക്ക് അറിയാവോ? സ്നൈപ്പിന്റെ അടുത്ത് ഞാൻ കൗണ്ട് എടുക്കാൻ പറഞ്ഞായിരുന്നു എല്ലാവരുടെയും. അത് കുറച്ച് നമ്മളെ തന്നാ മതി. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെടാ, ഞാൻ പറഞ്ഞ അതിന് വേണ്ടിട്ടല്ല, നാളെ ഇങ്ങനെ ഒരു പരിപാടി വന്നാൽ വീണ്ടും തെണ്ടാൻ വയ്യ, ഒരു ഗ്രൈൻഡിങ് ടാർഗറ്റ് കൊടുക്കാം. ഞാൻ അറിഞ്ഞത് അടുത്ത് പമ്പ് വരും, അല്ല പമ്പല്ല, അടുത്ത് ഷോപ്പൊക്കെ വരാൻ പോകുന്ന. പറഞ്ഞേ നമുക്ക് ഗ്രൈൻഡിങ് ടാർഗറ്റ്, നമുക്ക് നമ്മുടെ പൈസ വേണം, സോ ഒരു എമൗണ്ട് ഗ്രൈൻഡിങ് ടാർഗറ്റ് നമുക്ക് കൊടുക്കാം. അതാ പറഞ്ഞ. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ സ്റ്റോക്കർക്ക് ഇനി ഫണ്ട് വേണ്ടേ? സ്റ്റോക്കറൊക്കെ ഫണ്ട് വേണം. അത് അണ്ണന്റെ ഉള്ള കാശ് ഇപ്പം ഇതിപ്പം നമുക്ക് അർജന്റായിട്ട് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടാ, എന്നാ അവർക്ക് പെട്ടെന്ന് കൊടുക്കാം. ഇല്ല, സ്റ്റോക്കിന് എത്ര രൂപ വേണ്ടി വരും നമ്മുടെ കയ്യില്? സ്റ്റോക്കിന് ഇപ്പം സൂര്യക്ക് അറിയാം. ഒരു മിനിറ്റ്, അലീന അവയുടെ താഴെ 1 CR മതിയോ? അതൊക്കെ എന്റെ ഉണ്ട്. അണ്ണാ ഞാൻ പറഞ്ഞ അലീനക്ക് സൂര്യക്ക് കൂടി പാർട്ണർഷിപ്പിൽ പമ്പ് ഉണ്ടോ? ഞാൻ പാർട്ണറായിരുന്നതില്, ഞാൻ പാർട്ണറായിരുന്നോണ്ട് ഞാൻ പറയണം, ആ പമ്പ് നമുക്ക് വിൽക്കാം, വിറ്റിട്ട് ഇവരെ കൊണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാം. പമ്പിനോട് സെന്റിമെന്റ്സാ? രായമാമ കൊടുത്തതാണോ? അപ്പൊ സെന്റിമെന്റ്സ് എന്നാ അപ്പം എനിക്ക് വേണം, എനിക്ക് സെന്റിമെന്റ്സ് കുറച്ച് കൂടുതൽ അവന്റെ അടുത്ത്. അതിന്റെ എല്ലാ ഇത് അണ്ണാ മണ്ണെണ്ണ അലക്കി കൊടുക്കണേ അതിന്റെ അകത്ത്. ഒരു സെക്കൻഡ് കോച്ച് മറ്റേ കൊച്ചിനെ ഇന്ന് വിളിക്കണ്ട കേട്ടാ, പൈസ നാളെ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ലേ, ഞാൻ പെട്ടെന്ന് എനിക്കിത് ആരെയൊക്കെയാണെന്ന് പെട്ടെന്ന് ഇന്ന് ഒരുപാട് പേരുടെ പൈസ മേടിച്ചു കേട്ടോ, അപ്പൊ അതുകൊണ്ട് ആരെയാണെന്ന് തിരിച്ചറിയണം. അല്ല ഞാൻ ഉദ്ദേശിച്ചത് നാളത്തെ കാര്യം എന്താന്ന് പറയാ, നമുക്ക് നാളത്തേക്ക് ഒരു കണക്കെടുത്തിട്ട് പറയടാ. ഈ തീട്ട പെണ്ണുങ്ങളുടെ കൂടെ പോയി ക്രിഞ്ച് പട്ടിയായി പോയി ഇവൻ. തൊട്ട്